നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയബന്ധത്തിലുണ്ടായിരുന്ന കഷ്ടകാലം മാറാൻ പോകുന്നു. ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അതെല്ലാം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരാൻ പോകുന്നു. ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ തലക്കെട്ടെന്ന് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത്, ഇവിടെ ഏറെക്കാലം നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഏറെക്കാലം തുടങ്ങി വെച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രണയബന്ധമോ ദാമ്പത്യ ജീവിതമോ ആണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത്. വളരെ ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ ഏറെക്കാലം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയും ഭയങ്കര ഐക്യത്തോടു കൂടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ആത്മാർത്ഥമായിട്ടുള്ള ബന്ധമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള വിള്ളലുകളും നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ പോലും ഏതൊക്കെ സെപ്പറേഷൻ പീരീഡിലേക്ക് നിങ്ങൾ രണ്ടുപേരും പോയാൽ പോലും നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരുമിച്ച് വന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളിൽ നിന്നും മാറിപ്പോകാൻ യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല. നിങ്ങൾക്കാണെങ്കിൽ പോലും എന്തൊക്കെ സംഭവിച്ചാൽ പോലും ചെറിയ രീതിയിലുള്ള സൗന്ദര്യ പിണക്കങ്ങൾ അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തല്ലുപിടുത്തം, വാക്ക് തർക്കം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊരു നിശ്ചിത കാലഘട്ടത്തേക്ക് മാത്രമേ നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയി ഇരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി ചില രീതിയിലുള്ള നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു വെച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചധികം നിഗൂഢകൾ നിറഞ്ഞ ഒരു ബന്ധമായിട്ടാണ് നമുക്കിതിനെ കാണാനായി പറ്റുന്നത്. നിഗൂഢതകൾ നിറഞ്ഞ ബന്ധമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അത് സാഹചര്യങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയെ അങ്ങനെ ആക്കി തീർത്തത്. ഇവിടെ നിങ്ങളും ഈ വ്യക്തിയും കൂടാതെ വേറെയും ആൾക്കാരുടെ സാന്നിധ്യമുള്ളതായി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ മറ്റു പലവരുടെയും കെണിയിൽ നിങ്ങളുടെ വ്യക്തി അകപ്പെട്ടു പോയതായിട്ടാണ് കാണിക്കുന്നത്. അത് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്തായിരുന്നു, അത് നടന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ കെണിയിൽ നിങ്ങളുടെ വ്യക്തി മനഃപൂർവ്വം അല്ലെങ്കിൽ കഴിയുന്ന അത്രയും വീഴാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷെ ഏതൊക്കെയോ സാഹചര്യത്തിൽ ഒരുപക്ഷെ നിങ്ങളായിട്ട് വഴക്കിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന സാഹചര്യത്തിലോ ഏതോ ഒരു അവസ്ഥയിൽ ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെ കെണിയിൽ അകപ്പെട്ടു പോയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വളരെയധികം വിരഹ ദുഃഖമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി പല സാഹചര്യത്തിലൂടെയും പല കാരണങ്ങൾ ഉണ്ടാക്കിയും നിങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പെടാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഒരുപക്ഷെ നിങ്ങൾക്ക് രണ്ടു പേർക്കും നേരിൽ കാണാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കാം ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപക്ഷെ ഈ വ്യക്തി വേറെ ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കെണിയിലേക്കോ അകപ്പെട്ടു പോയതായിട്ട് കാണിക്കുന്നുണ്ട്. അവരുടെ വളരെയധികം അത്രയും അതിശക്തമായിട്ടുള്ള ഈ വ്യക്തിയെ നിയന്ത്രിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിയെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ ഏറ്റവും പ്രധാനവുമായി കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും വളരെ ഓപ്പണായും തുറന്നും നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കാനോ പറയുവാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ വ്യക്തി മനഃപൂർവ്വമാണ് പുതിയ തീരുമാനങ്ങൾ എടുക്കാത്തത്, പുതിയ കാര്യങ്ങൾ മുന്നോട്ടെടുത്ത് വെക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തതും സംസാരിക്കാത്തതും. പക്ഷെ ഒരിക്കലും ഈ വ്യക്തി മനഃപൂർവ്വമല്ല. ഈ വ്യക്തി മനസ്സുകൊണ്ട് നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ എന്തുകൊണ്ടോ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. പക്ഷേ തീർത്തും നിങ്ങളുടെ പ്രണയബന്ധത്തിൽ വലിയൊരു കഷ്ടകാലം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകേണ്ടിയിരുന്ന ഒരു പ്രണയബന്ധമായിരുന്നു, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതമായിരുന്നു.
പക്ഷെ എവിടേക്കോ മറ്റുള്ളവരുടെ പ്രാധാന്യവും മറ്റുള്ളവരുടെ കടന്നു വരവുകളും കൊണ്ട് തന്നെ പല രീതിയിലും ഈ ഒരു ബന്ധം മോശപ്പെട്ട അവസ്ഥയിലേക്ക് മാറിപ്പോയതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ വളരെയധികം മനോഹരമായിട്ട് നോക്കിക്കാണുന്ന ഒരു പറ്റം വ്യക്തികളുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മറ്റു പലവരും നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെ അതിമനോഹരമായിട്ടുള്ള ബന്ധമായിട്ടും മാതൃകാ ദമ്പതികളായിട്ടും ഒക്കെയാണ് മറ്റുള്ളവർ നിങ്ങളെ അപ്രീസ് അതായത് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നത്, നിങ്ങളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും സംഭവിച്ചു പോയി എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഒരുപാട് വ്യക്തികൾ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചു, നിങ്ങളെ അനുഗ്രഹിച്ചു, നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായി ചിന്തിച്ചു എങ്കിൽ പോലും വേറെ കുറച്ച് വ്യക്തികൾക്ക് നിങ്ങളോട് അസൂയയും അല്ലെങ്കിൽ ഒരു കണ്ണുകടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയും നമുക്കിവിടെ കാണാനായി പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു കഷ്ടകാലം അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ഒരു സമയം വന്നു ചേർന്നപ്പോൾ അതെല്ലാം കൂടെ തിരിച്ചടിച്ചു, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങളുടെ ഇടയിലേക്ക് അനാവശ്യമായിട്ടുള്ള പ്രശ്നം ഒരു തേർഡ് പാർട്ടി വന്ന് കയറി അതിലൂടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും വിശ്വാസം കൊണ്ടുമായിരിക്കാം ഇത്രയെങ്കിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും പരിപൂർണമായിട്ടും വിട്ടുപോയിട്ടില്ല. അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ച ശക്തിയുടെയും അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ പരിപൂർണമായിട്ടും മനസ്സിൽ നിന്നും തേച്ചു മാച്ച് കളയാനോ അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് പറിച്ചു കളയാനോ സാധിക്കില്ല. കാരണം ഈ വ്യക്തിയുടെ മനസ്സിന്റെ പാതി നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ്. ഇതൊരു അർദ്ധനാരീശ്വര ഒരു സങ്കല്പത്തിലുള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പലവരും ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെയാണ് എന്നുള്ളതും കാണാൻ സാധിക്കുന്നുണ്ട്. വേറെ ചിലർ മുജ്ജന്മത്തിൽ വളരെയധികം ബന്ധം പുലർത്തുന്ന, അതായത് മുജ്ജന്മത്തിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ അതേ ബന്ധം തന്നെ ഈ ജന്മത്തിലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വെച്ചു പുലർത്തി മുന്നോട്ട് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ജന്മജന്മാന്തരങ്ങളായിട്ട് കമിതാക്കളോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരോ ആയിട്ടുള്ളതും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സുകളെ ഒരിക്കലും തമ്മിൽ വേർപിരിച്ചെടുക്കാനോ പറിച്ചെടുത്ത് മാറ്റാനോ സാധിക്കില്ല. ഒരുപക്ഷെ ആ ഒരു സ്ഥാനത്ത്, നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലോ വന്നിട്ടുണ്ടാകാം. പക്ഷെ അത് സാഹചര്യങ്ങളുടെ പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ കൊണ്ട് മാത്രമാണ് അങ്ങനെ വന്നിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ ഉള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു സത്യസന്ധമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അതൊരിക്കലും ഇവിടെ വേണ്ടാന്ന് വെക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ എന്തുകൊണ്ടോ നിങ്ങളുടെ രണ്ടുപേരുടെയും തമ്മിലുള്ള ബന്ധത്തിൽ ധാരാളം എതിർപ്പുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ശത്രുക്കളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധം വിവാഹത്തിലേക്ക് പോയപ്പോൾ അവിടെ ഒരുപാട് തടസ്സങ്ങൾ വന്നതായിട്ടും ഒക്കെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ കുറച്ച് കഷ്ടകാലം വന്നു ചേർന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത്രയും കാലം പ്രാർത്ഥിച്ചതും വിശ്വസിച്ചതും എല്ലാം വെറുതെ ആയി പോയോ എന്ന് പോലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ വിശ്വാസം കൈവിടേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ കുറച്ച് നാളത്തേക്ക് ഇതൊരു തിരശീല വീണ ഒരു 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 സിനിമയായിരുന്നു, അല്ലെങ്കിൽ ഒരു ജീവിതമായിരുന്നു. കാരണം ജീവിതത്തിൽ എവിടെയെങ്കിലും നമുക്കൊരു ബ്രേക്ക് ഇടേണ്ടി വരും. അത് പ്രണയത്തിന്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും ഏതൊരു മനുഷ്യനും കുറച്ച് കാലത്തേക്ക് ഒരു ബ്രേക്ക്, ഒരു 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 ഇടവേള അല്ലെങ്കിൽ ഒരു തിരശീല അവിടെ ഇടേണ്ടി വരും. ആ ഒരു ബ്രേക്കാണ് നമുക്കിവിടെയും കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് ബ്രേക്കപ്പായി പോയി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ബന്ധം പരിപൂർണമായിട്ടും വിട്ടുപോയി എന്നുള്ളതാണ്. പക്ഷെ വിട്ടുപോയിട്ടില്ല. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ബ്രേക്കാണ്, ഒരു ഇന്റർവെല്ലാണ്, അല്ലെങ്കിൽ ഒരു ഇടവേളയാണ്. അതാണ് നമുക്കിവിടെ കാണാനായി പറ്റുന്നത്. അതിലൂടെ ഇവിടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നീതി നിങ്ങൾക്ക് നേർക്കാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന സമയമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ചെയ്ത പ്രാർത്ഥനകളെല്ലാം തന്നെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് വേണം ശ്രമിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരാൻ പോകുന്നത് അത്രയും അധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്. അതിലൂടെ നിങ്ങൾക്ക് ഇതിനോടകം പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു, ഇനി ലഭിക്കാനിരിക്കുന്നു എന്നുള്ളതും കൂടെ കൂട്ടിച്ചേർക്കുന്നു. കാരണം ഈ വ്യക്തിക്ക് ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് ആയിരിക്കുമോ എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അത് പോസിറ്റീവ് തന്നെയായിട്ടാണ് കാണിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് ഇവിടെ ശത്രുക്കളുടെ സാന്നിധ്യം ഇവിടെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധത്തിന്റെ ആഴം, അതും നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാൻ പോകുന്നു. ഇതിനോടകം നിങ്ങൾക്കിടയിൽ ആ ഒരു സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു അവസാനം വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു യാദൃശികമായിട്ടാണ് ഈ വായന കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിന്റെ മോശപ്പെട്ട സമയം മാറാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ നിമിത്തം, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ ഒരു ദൂത്, ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.